കേരളത്തിൽ ഭരണം കിട്ടിയ ആവേശത്തിൽ ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങിയ UDF-ൽ ഇപ്പോൾ നടക്കുന്നത് അടിയോടടിയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയും മന്ത്രി കസേരകൾക്ക് വേണ്ടിയും നേതാക്കൾ തെരുവിൽ തള്ളിയ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് ഇപ്പോൾ എല്ലാ അതിരുകളും ലംഘിച്ച് മറ്റൊരു തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മന്ത്രിസ്ഥാനങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങൾ കെട്ടടങ്ങും മുൻപ് തന്നെ കോൺഗ്രസിനെ അടുത്ത ആഭ്യന്തര കലഹത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഇപ്പോൾ KPCC അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടിയുള്ള കസേരകളി പരസ്യമായി ആരംഭിച്ചു കഴിഞ്ഞു. മന്ത്രിസഭ രൂപീകരണത്തിന്റെ അവസാന നിമിഷം വെട്ടിനിരത്തപ്പെട്ട പുതുപ്പള്ളിയുടെ MLA ചാണ്ടി ഉമ്മന് KPCC അധ്യക്ഷ സ്ഥാനം നൽകണമെന്ന ഉഗ്രൻ ആവശ്യവുമായി കോൺഗ്രസിലെ ഒരു വിഭാഗം ഇപ്പോൾ തലസ്ഥാന നഗരിയിൽ ഫ്ലെക്സ് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. തിരുവനന്തപുരം കേരള സർവകലാശാല ആസ്ഥാനത്തിന് മുൻപിലാണ് KPCCയെ ചാണ്ടി നയിക്കട്ടെ എന്ന് വലിപ്പത്തിൽ എഴുതിവെച്ച ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ചാണ്ടി ഉമ്മന്റേത് ജനകീയ മുഖമാണെന്നും അതുകൊണ്ട് പാർട്ടി അമരത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരണമെന്നുമാണ് കോൺഗ്രസ് തിരുവനന്തപുരം എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ട ഈ ഫ്ലെക്സുകളിലെ ആവശ്യം. അധികാരം പങ്കിട്ടെടുക്കുന്നതിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ സ്വന്തം നേതാവിനെ വെട്ടിനിരത്തിയതിൽ അണികൾക്കിടയിലുള്ള കടുത്ത അമർഷമാണ് ഈ ഫ്ലെക്സ് ബോർഡുകളിലൂടെ തെരുവിൽ തെളിയുന്നത്. VD സതീശൻ മന്ത്രിസഭയിൽ ഉറപ്പായും ഉണ്ടാകുമെന്ന് രാഷ്ട്രീയ കേരളം ഒന്നടങ്കം പ്രതീക്ഷിച്ച പേരായിരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മന്റേത്. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെ പോലും ചവിട്ടി മെതിച്ചുകൊണ്ട് കോൺഗ്രസിലെ ഗ്രൂപ്പ് താല്പര്യങ്ങളെയും വെട്ടിനിർത്തൽ രാഷ്ട്രീയത്തിന്റെയും ഇരയായി ചാണ്ടി ഉമ്മൻ അവസാന നിമിഷം മന്ത്രിസഭയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു. ചാണ്ടി ഉമ്മനേക്കാൾ എത്രയോ ജൂനിയറായ OJ ജനീഷ് വരെ VDS ക്യാബിനറ്റിൽ മന്ത്രി പദവി അലങ്കരിച്ചുകൊണ്ട് മൻമോഹൻ ബംഗ്ലാവിലേക്ക് ചുവടുവെക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ മകനെ വെറും കാഴ്ചക്കാരനാക്കി നിർത്തി അപമാനിച്ചതിൽ അദ്ദേഹത്തിന്റെ കുടുംബവും കടുത്ത അതൃപ്തിയിലാണ്. ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന പരിഗണനയും ഓർത്തഡോക്സ് സഭയുടെ ശക്തമായ പിന്തുണയും ഉള്ളതിനാൽ ചാണ്ടി ഉമ്മന് മന്ത്രിസ്ഥാനം ഉറപ്പാണെന്നായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ എല്ലാ ജനകീയ ഘടകങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് റോജി M. ജോണിനെ മന്ത്രിസഭാ പട്ടികയിൽ തിരികെ കയറ്റുകയാണ് കോൺഗ്രസ് നേതൃത്വം ചെയ്തത്. ഗ്രൂപ്പ് പോരിലും കസേര കളിയിലും കോൺഗ്രസ് മുഴുകി നിൽക്കുമ്പോൾ മറുവശത്ത് വന്ദേ മാതരം ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദത്തിൽ UDF-ന്റെ അവസരവാദ രാഷ്ട്രീയത്തിനെതിരെ CPIM ശക്തമായ രംഗത്ത് വന്നിട്ടുണ്ട്. UDF കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന ചില വിവാദ നിലപാടുകൾ മതേതര കേരളത്തിന് ഒട്ടും ചേർന്നതല്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് CPIM കടന്നാക്രമണം നടത്തുന്നത്. അധികാരത്തിന് വേണ്ടി മതേതര മൂല്യങ്ങളിൽ വെള്ളം ചേർക്കാനും ഗ്രൂപ്പ് പോരിലൂടെ സ്വന്തം അണികളെ തെരുവിൽ തള്ളിക്കാനുമാണ് UDF ശ്രമിക്കുന്നത്. മന്ത്രിസ്ഥാനം പോയതിന്റെ സങ്കടത്തിൽ ചാണ്ടി ഉമ്മൻ പക്ഷം KPCC അധ്യക്ഷ കസേര ലക്ഷ്യമിട്ട് ഫ്ലെക്സ് യുദ്ധം നയിക്കുമ്പോൾ ഇതാണോ നിങ്ങൾ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ഭരണം എന്ന ചോദ്യവുമായി ജനങ്ങൾ UDF-നെതിരെ തിരിയുകയാണ്.